ശരി ഇൻഷാ അല്ലാ. വിളിച്ചാൽ മതി. ശരി. അസ്സലാമു അലൈക്കും. അസ്സലാം. ഞാനേ എൻ്റെ ഒരു ക്ലയൻറ്റായിട്ട് ഇപ്പോൾ സംസാരിക്കണമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു ഒബ്ജക്ഷൻ എന്താ വെച്ചാൽ, ഒബ്ജക്ഷൻ അല്ല, പുള്ളി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, സജാദ് നമുക്ക് ഇപ്പോൾ പ്രോപ്പർട്ടി നോക്കണ്ട, മാർക്കറ്റ് ക്രാഷ് ആവാൻ പോണേന്. മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞിട്ട് പ്രൈസ് കുറയുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. നിങ്ങൾ ഒരുപാട് പേര് ഇത് കേട്ടിട്ടുണ്ടാവും, ദുബായ് മാർക്കറ്റ് ക്രാഷ് ആവാൻ പോണേന്, ദുബായ് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ പൈസ കുറയും, അപ്പോൾ വാങ്ങിക്കാം. എന്താണ് ഈ ക്രാഷ് ആവാൻ പോണത്, എന്തുകൊണ്ട് ഇത് ക്രാഷ് ആവണം, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് പറയണം. അത് ഈ ഒരു വീഡിയോ മതിയാവില്ല, ഒരു മിനിറ്റിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. നമുക്ക് ദുബായിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ട ഒരു ബേസിക് ഫണ്ടമെന്റൽ സാധനമായിട്ടുള്ള ഹൗസിങ്, അതിനെന്നും ഒരു സ്കെയർസിറ്റി ഉണ്ട്, സപ്ലൈ കുറവാണ്, അതുകൊണ്ട് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡിമാൻഡ് കൊണ്ട് പ്രൈസ് ഹൈക്ക് ഉണ്ടാവുന്ന, റെന്റൽ ഹൈക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള 4 മില്യൺ ആളുകളാണ്. ഇനി വരാൻ പോകുന്ന TLDയുടെ കണക്കുകൾ പ്രകാരം, ഇമിഗ്രേഷൻ്റെ കണക്കുകൾ പ്രകാരം വരാൻ പോകുന്ന ആളുകൾക്കുള്ള ഹൗസിങ് ഇപ്പോഴും സ്കെയർസിറ്റിയാണ്. സോ അതവിടെ നിൽക്കട്ടെ. ഈ ക്രാഷ് ആവണത് എപ്പോഴാണ് എല്ലാവരും പറയണം? ക്രാഷ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗ്ലോബലി ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരണം, അല്ലേ? രണ്ടാമത്തെ കാര്യം, കോവിഡ് പോലത്തെ വലിയൊരു മഹാമാരി വരണം, അല്ലെങ്കിൽ വലിയ യുദ്ധവും വരണം. ഇതൊക്കെ വരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മാർക്കറ്റ് ക്രാഷ് ആവണമെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷ് ആവണമെങ്കിൽ ഇതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന എല്ലാ മാർക്കറ്റുകളും ക്രാഷ് ആവണം. അപ്പോൾ ആ മാർക്കറ്റ് എല്ലാം ക്രാഷ് ആകുമ്പോൾ വാങ്ങാൻ നിൽക്കുന്ന ആളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അവർക്കും ബിസിനസ്സും കച്ചവടവും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ സാലറിയും ഇവരുടെ പേയ്മെന്റ്സ് എല്ലാം റിലീസ് ചെയ്ത് കിട്ടണ്ടേ. സോ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ അത് ക്രാഷ് ആകാൻ മറ്റുള്ള എല്ലാ ഘടകങ്ങളും ക്രാഷ് ആവണം. പക്ഷേ ഒരു കറക്ഷൻ സംഭവിക്കുന്നതിനെ പറ്റി ചിലവർ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ കറക്ഷൻ എങ്ങനെ സംഭവിക്കും? ആ കറക്ഷൻ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെയുണ്ട്. അത് മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ ഗോ അപ്പ്. ഒറ്റൊരു മാർക്കറ്റും ഇങ്ങനെ സ്റ്റീപ്പായിട്ട് പോയില്ല. അതിലൊരു കറക്ഷൻ സംഭവിച്ചിട്ട് മാത്രമാണ് പോകുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് ട്രേഡിങ്ങിലൊക്കെ കണ്ടത് ആ ഒരു കറക്ഷൻ. അപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിലെ ഒരു വർഷത്തെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ 12.5% മുതൽ 22.3% വരെയാണ് ഒരു വർഷം ഒരു പ്രോപ്പർട്ടിയിൽ ദുബായിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ നടക്കുന്നത്. സോ വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമുക്കൊരു 18-20% എടുത്താൽ പോലും, ഇനി 2025 ഇപ്പോൾ 2027 എത്തുന്ന വരെ പെർ ആനം 20% വെച്ച് പ്രോപ്പർട്ടി പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്താൽ 2 വർഷം കൊണ്ട് 40%ആണ് പ്രോപ്പർട്ടി പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. 2027 ഒരു കറക്ഷൻ നടക്കുമെന്ന് പറയുന്നവരോട് ഞാൻ പറയാനുള്ളത്, ഒരു കറക്ഷൻ എപ്പോഴും 3 to 5% മാത്രമായിരിക്കും, നോട്ട് മോർ ദാൻ 5%. സോ 2027 കറക്ഷൻ നടക്കുമ്പോൾ ഇവിടെ നിന്ന് 40% പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഒരു 5% മാത്രം പ്രൈസ് കറക്ഷൻ നടക്കും. അപ്പോഴും ഇന്ന് വാങ്ങാത്തവൻ 2027 വാങ്ങാൻ പോകുമ്പോൾ 35% കൂടുതൽ പ്രൈസ് കൊടുക്കണം ഇന്നത്തേനേക്കാളും. അപ്പോൾ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് ആലോചിക്കുക, മാർക്കറ്റ് കറക്ഷൻ വരാൻ നേരത്ത് ആ ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എൻ്റെ അടുത്ത് ചോദിക്കുന്ന എല്ലാവരുടെ അടുത്ത് ഞാൻ പറയുന്നത്, സജാദ് ബെസ്റ്റ് ടൈം എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ? ദ ബെസ്റ്റ് ടൈം വാസ് യെസ്റ്റർഡേ, ദ റൈറ്റ് ടൈം വാസ് ടുഡേ. സോ അതുകൊണ്ട് വൈസായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ.